ലാൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ പുനരവതരിപ്പിച്ചു പാർട്ടി എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനും സ്വയം പുനരവതരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നൊരു ദിവസമാണ് ഇന്ന് എന്നും പറഞ്ഞു. ഇന്നലെ വരെ അദ്ദേഹത്തെ കേട്ടതുപോലെയല്ല കേരളം ഇന്ന് അദ്ദേഹത്തെ കേട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞിരുന്ന ആ കളമശ്ശേരി ട്വീറ്റ്, ആ സംഭവത്തിന് ശേഷമുള്ള ട്വീറ്റും അദ്ദേഹം ANIക്ക് കൊടുത്ത ആ അഭിമുഖത്തിലും അദ്ദേഹം ആവർത്തിച്ച ആ കാര്യമുണ്ടല്ലോ, കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് ആധികാരിക വിവരത്തോടെ സംസാരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. കളമശ്ശേരിയിൽ ഇരട്ട ബോംബ് സ്ഫോടനം ഉണ്ടായി, 8 പേർ മരിച്ചു. കേരളം, മതേതര ഭാരതം തന്നെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ആ ദിവസങ്ങളിൽ ആധികാരിക വിവരം എന്ന പോലെ തന്നെ പറയുന്നു അദ്ദേഹം. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹം വളരെ നിന്ദ്യമായൊരു പരാമർശം നടത്തുന്നു. നമ്മുടെ മുഖ്യമന്ത്രിക്ക്, കേരള മുഖ്യമന്ത്രിക്ക് അതിനെ പരസ്യമായി തള്ളിപ്പറയേണ്ടി വന്നു. വിഷമല്ല, കൊടും വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഭൂതകാല പ്രതിച്ഛായ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം ആയിരുന്നു ഇത്. മതേതരത്വത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ തൻ്റെ മതേതര നിലപാടിൻ്റെ വെളിപ്പെടുത്തൽ ഒക്കെ ആകാമായിരുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹം കേരള വിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ശരാശരി RSSകാരൻ്റെ കുറിപ്പടിക്കൊത്ത് അധപ്പതിച്ചു പോയത് എന്നൊരു നിരീക്ഷണം ആണ് നമുക്ക് ഇപ്പോൾ എത്തി നിൽക്കാവുന്ന ആ നിരീക്ഷണത്തിലാണ്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ദിന പ്രസംഗം, അതിലൂടെ വെളിപ്പെട്ട ഡോക്ടർ? പറയൂ ലാൽകുമാർ. പറയട്ടെ. നോക്കൂ, ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും രാജീവ് ചന്ദ്രശേഖർ എന്ന പൊളിറ്റീഷ്യനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. കാര്യം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അണ്ടർ എസ്റ്റിമേഷൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പിന്നീട് ഒരു ബൂസ്റ്റായി മാറും നമ്മൾ കണ്ടു. അപ്പോൾ ഒരാളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. അതാണ് പ്രേംകുമാർ പറഞ്ഞതിനകത്തത് വ്യക്തമായി വന്നിരുന്നു. ഇവിടെ ഞാൻ 1-2 വിഷയമായിട്ട് തന്നെ പറയാം. ഇവിടെ ഇന്ന് ആദ്യം വന്ന വിഷയം എന്താണ്? ഈ ഗുരുദേവനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം. നോക്കൂ, ഗുരുദേവൻ പറയുന്നത് എന്താണ്? ഗുരുദേവൻ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൻ്റെ ഒരു റിഫോം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണത്. ആ റിഫോം ഓറിയൻറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലിയാണ്, സോഷ്യലിയാണ്, എക്കണോമിക്കലിയാണ്. അതിന് അത്രയും ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷൻസിനെ ഈ പറയുന്ന ഞാൻ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയത് കൊണ്ട് എന്ന് പറയുന്നതിനെ ഒരു എക്സ്ക്യൂസാക്കി മാറ്റാൻ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഗുരുദേവനുമായിട്ട് ഒരു കാരണവശാലും ഈ ഗുരുദേവൻ്റെ സെൻറ്റൻസുമായിട്ട് ഒരു അനാലജി ഡ്രോ ചെയ്യുന്നതിനകത്ത് ഒരു കാര്യമില്ല. ഒന്നത്. പിന്നെ ഗുരുദേവ രാഷ്ട്രീയം അല്ലെങ്കിൽ ഗുരുദേവൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാമൂഹിക ചിന്ത അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത ഒരു കാരണവശാലും ഒരു BJP RSSകാരന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് രണ്ടും കൂടെ പോകത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. കാര്യം വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന RSSൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് RSS ഒരിക്കലും വർണ്ണാശ്രമ ധർമ്മത്തെ തള്ളി പറഞ്ഞിട്ടുള്ളൊരു സംഘടനയല്ല. ആ RSSൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഗുരുദേവനെ തൊടാൻ കഴിയുക? ഗുരുദേവനെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാല്യൂസ് ഇംബൈബ് ചെയ്യാൻ കഴിയുക? പോസിബിളേ അല്ല. അതിനകത്ത് 2 സാധ്യതകളാണുള്ളത്. എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഗുരുദേവൻ എന്ന് പറയുന്ന ഗുരുദേവൻ്റെ ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരുടെ വോട്ട് ബാങ്ക്, കാര്യം അവരെ ഹിറ്റ് ചെയ്യാതെ ഒരു കാരണവശാലും ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രസ് പോസിബിൾ അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാർഡാണ് ഇറക്കിയിരിക്കുന്നത്. അതല്ലാതെ ഗുരുദേവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു. കാര്യം ഗുരുദേവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു പോയിന്റിൽ ഗുരുദേവനെ തന്നെ ഈ പറഞ്ഞ ഹിന്ദു സനാതനവുമായിട്ട് കണക്ട് ചെയ്യാനും അതിനനുസരിച്ച് ഒരു ഇതിലേക്ക് പോകാൻ വരെ ശ്രമിച്ചിരുന്നു. അതൊരു ആസ്പെക്റ്റ്. അപ്പം എനിക്കൊന്ന് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള വളരെ വിശാലാർത്ഥത്തിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ഒരാൾ കോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചതായിട്ട് മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. അതിന് അങ്ങനെ ഒരു വിലയിരുത്തൽ മാത്രമേ എനിക്ക് ഉള്ളൂ. പിന്നെ അടുത്ത് ഷാബു പ്രസാദ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു വിഷയം നോക്കൂ, കേരളത്തിലെ രാഷ്ട്രീയക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ യൂത്തിന് അല്ലെങ്കിൽ ന്യൂ ജനറേഷന് പൊളിറ്റീഷ്യൻസ് എല്ലാം കള്ളന്മാരാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു നറേറ്റീവ് പറയുന്നത് ശരിയാണെന്ന്.
ഷാബു പ്രസാദിനെ പോലെ രാഷ്ട്രീയം തിട്ടമുള്ള ഒരാൾ അങ്ങനെ പറയുന്നതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു കൈൻഡ് ഓഫ് ദ കഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഒരു ഇൻഫോർമലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്, ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന നരേന്ദ്രമോദിയും കള്ളനാണെന്നാണോ അവർ കരുതുന്നത്? രാഷ്ട്രീയക്കാരെക്കുറിച്ച് പൊതുവെ ഇപ്പോഴത്തെ ഉള്ള ആൾക്കാർക്ക്, ഈ സാധാരണ കൺവെൻഷണൽ രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഈ പുതിയ ജനറേഷനുള്ള ഇതാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ് നരേന്ദ്രമോദി അല്ലെ അമിത്ഷാ, അവരൊക്കെ കള്ളന്മാരാണെന്നാണല്ലോ ഇവർ ആൾക്കാർ കരുതുന്നത് നമുക്ക് പറയാമല്ലോ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ആ കുറച്ച് പേര് ചിന്തിക്കുന്നവർ എപ്പോഴും എല്ലാ ഘട്ടത്തിലും ഉണ്ട്. അത് 1800 ഇപ്പോൾ 2800 വരുന്നൊരു കാലത്തെടുത്താലും ഇതൊക്കെ കള്ളന്മാരാന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട്. അതിന് ഒരു മാറ്റം വരുത്തുക എന്നുള്ള ഒരു നറേറ്റീവ്, അത് ബേസിക്കലി ഒരിടത്തും എത്തിക്കാത്ത ഒരു നറേറ്റീവാണ്. ഒരു പൊളിറ്റിക്കൽ ക്ലാസ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നല്ലാതെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പൊളിറ്റിക്സ് പറയുന്ന നമുക്ക് പോലും ഒരു പ്രയോജനമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കൂ, 140 മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന ബി ജെ പി 140 മണ്ഡലം IT പ്രൊഫഷണൽസിനെ നിർത്തത്തൊന്നുമില്ല. പറ്റുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആളല്ല, പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കുക, രാഷ്ട്രീയം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, 140 മണ്ഡലത്തിലും നിങ്ങളുടെ ഓരോ ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കള്ളനാണ് എന്നുള്ള പൊതുധാരണ ഉണ്ട്. അതുകൊണ്ടാണ് ഇയാളെ വരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ്? ആ പൊതുപ്രവർത്തകരാണല്ലോ ബി ജെ പി എന്നുള്ളതിനൊക്കെ ഉപരി ഒരു പൊതുപ്രവർത്തകനല്ലേ അവർ. അവർക്ക് എത്ര ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ കഴിയും, ഇടപെടാൻ പറ്റും? അപ്പോൾ ഒരു ബി ജെ പിക്കാരനോ അല്ലെങ്കിൽ സേവാഭാരതിയോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണല്ലോ അല്ലേ, അവരൊക്കെ ഒരു പ്രവർത്തനം നടത്തുമ്പം പൊതുധാരണ, ഇങ്ങനെയുള്ള ഒരു ജനറേഷനിലുള്ള ഒരു ധാരണ ഇവരൊക്കെ കള്ളന്മാരാണ്. പിന്നെ അവൻ ആ പ്രവൃത്തി ചെയ്തിട്ട് ഒരു അർത്ഥവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതൊരു DYFIക്കാരനെ കുറിച്ചാണെങ്കിലും മറ്റേ ആരെക്കുറിച്ചാണെങ്കിലും നോക്കൂ, നിങ്ങളുമായിട്ടുള്ള രാഷ്ട്രീയ വ്യത്യാസം വളരെ പ്രകടമാണ്. അത് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. ബി ജെ പിയോട് എനിക്ക് അല്ലെങ്കിൽ RSS രാഷ്ട്രീയത്തോട് എനിക്ക് എതിർപ്പാണ്. അതുകൊണ്ട് അവർ സമൂഹത്തിൽ ഒരു കാരണവശാലും ഇടപെടുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇടപെട്ട് നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. അതിനെയൊക്കെ നെഗേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇംപ്രഷൻ കൊണ്ടുവരണോ, അങ്ങനെ നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കണോ? അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇദ്ദേഹം എന്ന് പറയുന്നതിനോട്, ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു പോസിറ്റീവ് ഇമേജായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനകത്തൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഷാബു പ്രസാദിനെ പോലെ ഒരാൾ തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അങ്ങനെ ഒരു നറേറ്റീവ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. കാര്യം ഇദ്ദേഹത്തിൻ്റെ മഹിമ നിങ്ങൾ പറയൂ. അതിന് കാരണം ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഉള്ളത് കൊണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന് ഒരു വലിയ സേ കിട്ടും എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിനോട് എനിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. പിന്നെ ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമുക്ക് അദ്ദേഹത്തെ ചിലപ്പോൾ ഇംപ്രൂവ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഒറ്റ വരിയുടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇംപ്രൂവ് ചെയ്ത് വരാൻ സാധ്യത. അദ്ദേഹത്തിന്റെ ഭാഷ അവിടെ നിൽക്കട്ടെ, അത് സോഷ്യൽ മീഡിയക്ക് വിട്ടുകൊടുക്കാം നമുക്ക്. ഞാൻ അത് തന്നെ പറയാൻ വന്നേ. ഞാൻ അത് തന്നെ പറയാം. ചർച്ചയിൽ അത്തരം കാര്യങ്ങൾക്ക് ഇടമില്ല. ഞാൻ അത് തന്നെ പറയാൻ വന്നേ. നോക്കൂ, നമ്മൾ അതൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതാ പ്രേംകുമാർ പറഞ്ഞ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റാണ്. നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ വെച്ച് നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തി ഒരു കാർപ്പറ്റ് ബോംബിങ് നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഭാഷ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിൽ ചെന്നിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ കൈമലത്ത് കാണിക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളുടെ കോമ്പീറ്റൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ശശി തരൂർ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം അത്രയും വലിയ ഭാഷാ പണ്ഡിതനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതല്ല, അതിനെക്കാട്ടിലൊക്കെ ഉപരി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, അദ്ദേഹം നിലകൊള്ളുന്ന ഒരു കാര്യം, അത് എത്രമാത്രം ബി ജെ പിക്കാരെ കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റും, എങ്ങനെയാണ് മുന്നോട്ട് വർക്ക് ചെയ്യുന്നത്. നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ ഒരു IT ടെംപ്ലേറ്റും കൊണ്ട് വന്നാൽ യഥാർത്ഥത്തിൽ ആ ടെംപ്ലേറ്റിൽ വീഴേണ്ടത് CPM അല്ലെങ്കിൽ കോൺഗ്രസോ കേരളത്തിലെ സമൂഹമല്ല. ആദ്യം അതിനകത്ത് വീഴേണ്ടത് BJPയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് സിസ്റ്റമാണ് അല്ലേ. അവർക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഒറ്റയടിക്ക് ഇത് മൊത്തം മാറ്റി എന്നാൽ പുതിയൊരു സാധനം ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ സിസ്റ്റത്തിന് പറ്റുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ മാറുമോ, റിഫോംസ് നടത്താൻ പറ്റുമായിരിക്കും. അത് ഞാൻ എതിർക്കുന്നില്ല. കാര്യം ഓൾട്ടറേഷൻസ് ഒക്കെ കുറച്ച് വരുത്താൻ പറ്റുമായിരിക്കും. അതല്ലാതെ ഈ പറയുന്ന ഒരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിലുള്ള ഒരു സാധനം BJPയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ വേണ്ടേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ് പ്രിലിമിനറി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം.